അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിൽ വർഷാവർഷം റമദാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെയേറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം 8 ആണോ 20 ആണോ എന്നുള്ളത്. അപ്പോ തറാവീഹിന്റെ കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ പ്രവാചകചര്യ എത്ര റക്അത്താണ് എന്ന് ഏകോപിച്ചിട്ടുണ്ടെങ്കിലും റക്അത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുള്ള ഒരു മുസ്ലിയാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ 20 റക്അത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനത്തെ ഒരാൾ ചെയ്ത പണിയെ നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? അപ്പോ നമുക്കറിയുന്ന ഹദീസ് ഏതാണെന്നും അതേ ഹദീസ് നമ്മളെല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ ഈ വിഷയം തന്നെ സമസ്തയിലെ പ്രധാന നേതൃത്വത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാർക്ക് കൂടി പറയാനുള്ളതും എന്താണെന്ന് കേട്ടു നോക്കൂ. നമ്മൾ 20 എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം കൂടി പഠിച്ച ആളുകളാണ് സഹാബത്ത്, ഉമർ റളിയല്ലാഹു അടക്കമുള്ളത്. അവർ തറാവീഹിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരിച്ചത് 20 ആണ്. നബി 8 കേച്ചു എന്ന് പറഞ്ഞ റിവായത്ത് അതിന് പലതിനും സാധ്യതയുണ്ട്. എന്താ, ആ 8 കൂടിയതാവും ചില ആളുകൾ വന്നിട്ട്. ചില ആളുകൾ വന്ന് 8 റക്അത്തിലെ ഒരു നബിന്റെ ഒപ്പം കൂടിയിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 നിസ്കരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് ബാക്കി നിസ്കരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് തറാവീഹ് നിസ്കാരം, നമുക്ക് തറാവീഹ് നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉമർ ഇബ്നു ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 ആണെങ്കിൽ അതിലാർക്കും അഭിപ്രായിക്കാം. അപ്പോ ഇതാണ് അതിന്റെയും അവസ്ഥ. അതായത് കേരളത്തിലെ സമസ്തക്കാർ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒന്നാമതായി തെളിവ് പറയുന്ന ഒന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുവെന്നും അതുപോലെ പറയുന്ന മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ആ ഹദീസ് തറാവീഹിനെ പറ്റി അല്ല, അത് വിത്ർ നമസ്കാരത്തെ പറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് തറാവീഹ് നമസ്കാരത്തിന് 20 റക്അത്ത് നിസ്കരിക്കാൻ സമസ്തക്കാർ തെളിവ് പിടിക്കാറ്. മാത്രമല്ല ഉമർ അല്ലാഹുവിന് 20 നിസ്കരിച്ചെങ്കിൽ അത് തന്നെയാണ് നമ്മൾക്ക് തെളിവ്. അതായത് പ്രവാചകൻ എത്ര നിസ്കരിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല എന്ന് ഇവർക്ക് ചുരുക്കം. ഇനി ഇവര് പറയുന്ന ആ വാദമാണ് ഇസ്ലാമിലെ ഒന്നാം പ്രമാണമായ പരിശുദ്ധ ഖുർആന് ശേഷം സ്വഹീഹാണെന്ന് ഇസ്ലാമിക ലോകം തീർച്ചപ്പെടുത്തിയ രണ്ടാം പ്രമാണമായ സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് സ്വലാത്തു തറാവീഹിലെ 2013 നമ്പർ ഹദീസിൽ ഏവർക്കും സുപരിചിതമായ ഹദീസായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. ആ ഹദീസാണ് ഏവർക്കും പരിചയമുള്ള മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന് വ്യക്തമായി പറയുന്ന ഹദീസ്. അപ്പോ ഈ ഹദീസ് തറാവീഹ് 8, 3, 11 നമസ്കരിക്കാൻ തെളിവായിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുമ്പോൾ സമസ്തക്കാർ പറയാറുണ്ട് ആ കിതാബിൽ അത് തറാവീഹിനെ പറ്റി അല്ല പറയുന്നത്, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച വിത്തറിനെ പറ്റിയാണ് പറയുന്നത് എന്ന് സമസ്തക്കാർ പറയാറുണ്ട്. എന്നാൽ ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിരിക്കുന്ന ബാബാണ് തറാവീഹിന്റെ കിതാബ് ബാബു സ്വലാത്തു തറാവീഹ്. അതായത് തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായത്തിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പറയാൻ ഈ ഹദീസാണ് തെളിവായി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കിതാബ് സലാത്തുൽ വിത്ർ അതായത് വിത്ത് നമസ്കാരത്തിനെ പറ്റിയുള്ള അധ്യായത്തിലല്ല ഈ ഹദീസ് തെളിവാക്കിയത് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഹാഫിദ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ-ഹാവിൽ ഫതവയിൽ ഈ കാണുന്ന അൽ മസാബിഹ് ഫി സലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11ൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായത്തിലാണ്. ഇനി ഈ കിതാബിന്റെ 415 പേജിൽ സമസ്തക്കാര് തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കാൻ തെളിവ് പിടിക്കുന്ന ഇമാം റാഫിയുടെ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. അതുപോലെ മുസന്നിഫ് അബീഷൈബയുടെയും പ്രവാചകന്റെ 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്ന ഹദീസ് കൊടുത്തതിന് ശേഷം ഇതിൽ പറയുന്ന പ്രവാചകൻ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നുള്ള എല്ലാ ഹദീസുകളും ലൈഫാണെന്ന് വ്യക്തമായിട്ട് അവിടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ പേജിന്റെ അവസാനം ഫൽ ഹാസുൽ അതായത് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അന്നൽ അശരീന തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്നത്. ശേഷം അടുത്ത പേജായ 416 ലം തുസ്ബിത് മിൻ ഫഅലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് കാരണം പറയുന്നുണ്ട് വമാ നഖലഹു അൻ സഹീഹ് ഇബ്നു ഹിബ്ബാൻ ഗായത്തുൻ ഫീമാ ദഹബ്നാ ഇലൈഹി
മിൻ തമസ്സക്ന ബിമാ ഫിൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് സമസ്തക്കാര് വിത്രാണെന്ന് പറയുന്ന മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅതൻ, പ്രവാചകൻ റമളാനിൽ അല്ലാത്തപ്പോഴോ 11 ഏറെ നിസ്കരിച്ചില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും. തറാവീഹ് 8, 3, 11 ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എന്ന് തെളിവ് പറയാൻ ഇവിടെ തെളിവ് പിടിക്കുന്നത്. ആ ഹദീസിന് ശേഷം പറയുന്നത് നോക്കൂ. ഫഇന്നഹു മുവാഫഖുൻ ലഹു മിൻ ഹൈസുഹു അന്നഹു സല്ല തറാവീഹ് 8. ഈ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹ് നമസ്കാരം 8 റക്അത്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സുമ്മ വിത്ര, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബി സലാസിൻ, 3 റക്അത്ത് കൊണ്ട് വിത്റാക്കി. ബതിൽക 11, അങ്ങനെ അത് 11 ആയി. കൂടാതെ ഇനിയും ഈ അധ്യായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം 8, 3, 11 എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. അത് ഈ കിതാബിൽ മാത്രമല്ല, മറ്റു കിതാബിലും വേറെയും നിരവധി തെളിവുകളുണ്ട്. അതെല്ലാം സമസ്തക്കാർക്ക് കാണിച്ചു കൊടുത്ത് പ്രവാചകന്റെ തറാവീഹ് നമസ്കാരം 8, 3, 11 റക്അത്താണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്താലും ഇവർ പറയുന്ന ഒറ്റ വാക്കാണ്, 4 മദ്ഹബിന് ഇമാമികളും പറഞ്ഞത് തറാവീഹ് നമസ്കാരം 20 റക്അത്താണെന്നാണ്. അങ്ങനെയാണ് സമസ്തക്കാർ പറയാറ്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ കൂടി നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. ഇത് മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. കിതാബ് സ്വലാത്ത് ഫി റമളാനിലെ ബാബു ജാഅ ഫി ഖിയാം റമളാൻ, അതായത് റമളാനിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ അധ്യായത്തിലെ ഹദീസ് നമ്പർ 256. ഇത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കണം. അതിന്റെയൊക്കെ സനത് വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു തരും. അത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കുക തന്നെ ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക. അനിസാഇബ് ഇബ്നു യസീദ് അന്നഹു ഖാൽ, അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു, കൽപ്പിച്ചു, അതായത് ഭരണാധികാരിയാണ്, സർക്കുലർ പുറപ്പെടുവിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് വ തമീമദ് ദാരി, അവര് രണ്ടുപേരും ആരാണ്? പണ്ഡിതന്മാരാണ്, ഹാഫിളീങ്ങളാണ്, ഖാരിയങ്ങളാണ്. എന്താണ് അവരോട് കൽപ്പിച്ചത്? ലിന്നാസി, ജനങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിക്കണം. എത്ര റക്അത്താണ്? ബി 11 റക്അത്തൻ, 11 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സർക്കുലർ പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാക്കണം സമസ്തക്കാരാ. എന്നിട്ട് റാവി പറയാണ്, കാനൽ ഖാരിഉ യഖറഉ ബിൽ മിഈൻ, 100 കണക്കിന് ആയത്ത് ഞങ്ങൾക്ക് ഇമാം നിൽക്കുമ്പോൾ അവർ ഓതും. ശേഷം ഹത്താ കുന്ന നഅ്തമിദു അലാ ഉസി മിൻ തൂലിൽ ഖിയാമി, അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം നിന്ന് കാല് കഴിയുമ്പോൾ അവര് വടിയിൽ തൂങ്ങി നിൽക്കും. വമാ കുന്ന നൻസരിഫു ഇല്ലാ ഫീ ഫുറൂഇൽ ഫജ്ർ, അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം അവർ വടിയിൽ തൂങ്ങി നിൽക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇല്ലാ ഫീ ഫുറൂഇൽ ഫജ്ർ, അവർ ഫജ്ർ വരെ തന്നെ വടിയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന പറയുന്നത്. അപ്പൊ അത്തരത്തിലായിരുന്നു ഇവരുടെയൊക്കെ ഖുർആൻ പാരായണം. അതിന്റെ സൗന്ദര്യവും ദൈർഘ്യതയും എത്രത്തോളം എന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്ന ഹദീസുകൾ വേറെയുണ്ട്. ആ ഹദീസിലും പറയുന്നത് 8, 3, 11 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോ സമസ്തക്കാർ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ആ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. ഇനി അടുത്തതായി സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫതഹുൽ ബാരിയുടെ 250 പേജിലെ 31 അധ്യായമായ, അവിടെയും കിതാബ് സ്വലാത്ത് തറാവീഹ് എന്ന അധ്യായത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ കിതാബിന്റെ 254 പേജിലുള്ളത്. ശ്രദ്ധിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലീന ഫീ റമളാന 20 റക്അത വൽ വിത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ 20 റക്അത്ത് നമസ്കരിച്ചു, തുടർന്ന് വിത്തറും നമസ്കരിച്ചു. അത് തന്നെയാണ് തെളിവായി പിടിച്ചുകൊണ്ട് സമസ്തക്കാർ ഇന്നും പറയുന്നത്. ഇനി ആ ഹദീസിനെ പറ്റി പറയുന്നത് കേൾക്കുക. ശേഷം ഫൈസ്നാദുഹു ലഈഫുൻ, അതിന്റെ സനദ് ലഈഫാണ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കാരം 20 നമസ്കരിച്ചു, ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു എന്ന് സമസ്തക്കാർ തെളിവ് പിടിക്കുന്ന ഈ ഹദീസ് ലഈഫാണ്, അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഷം ഇനി ആ ഹദീസിന്റെ രണ്ടാമത്തെ ദുർബലത പറയുന്നുണ്ട്. ശേഷം വഖദ് ആറലഹു ഹദീസു ആയിഷത്തു ഹാദാ എന്ന് പറഞ്ഞാൽ മാ കാന യസീദു ഫീ റമളാൻ എന്ന് പറയുന്നത് അത് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് സമസ്തക്കാർ വിത്തറിന്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞ് തെളിവ് പിടിക്കുന്ന അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ ഹദീസിന് ഇത് എതിരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഹാദല്ലദീ ഫീ സ്വഹീഹൈനി മാ കൗനിഹാ അഅലമു ബിഹാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഗൈരിഹാ, മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയെ പറ്റി ഏറ്റവും അറിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ സമസ്തക്കാർക്ക് അത് ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. ഇനി അടുത്തതായി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ അൽ ഹാഫിൾ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഹാവിൽ ഫതാവയുടെ 411 പേജായ അൽ മസാഹിബ് ഫി സലാത്ത് തറാവീഹ് എന്ന ബാബില് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം തൊട്ട് ഉദ്ധരിക്കുന്നത്. അവിടെയും തറാവീഹിനെ പറ്റി പറയുന്ന ബാബിലാണ് ഇത് ഉദ്ധരിക്കുന്നത്. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. മാലിക് അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അല്ലദീ ജമഅ അലൈഹി നാസ് ഉമർ ഇബ്നുൽ ഖത്താബ് അഹബ്ബു ഇലയ്യ,
അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ കൂട്ടി തറാവീഹ് നിസ്കരിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ 11 റക്അ, അത് 11 റക്അത്താണ്. ശേഷം വഹിയ സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി 11 നിസ്കരിച്ചു, അത് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് പറയുന്നത് ആരാണ്? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ അൽ ഹാഫിദ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ അത് സമസ്തക്കാർക്ക് തീരെ തള്ളാൻ പറ്റില്ല. ഇത് മാലിക് റഹ്മത്തുള്ളാഹി തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഇനി അദ്ദേഹം ഉദ്ധരിക്കുന്നത് അതും ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം സുബ്കിയിൽ നിന്ന്. ഇമാം സുബ്കിയും ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അപ്പോൾ അവിടെയും സമസ്തക്കാർക്ക് അത് തള്ളാൻ പറ്റില്ല. അത് ഇമാം ജൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം സുബ്കിയിൽ നിന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇത് സമസ്തക്കാർ തള്ളുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഷാഫിഈ മദ്ഹബിലെ 3 പണ്ഡിതന്മാരെയും അതുപോലെ മാലിക്കി മദ്ഹബിലെ ഒരു പണ്ഡിതനെയും തള്ളണം. അങ്ങനെ തള്ളാൻ കഴിയുമോ സമസ്തക്കാരാ എന്ന് ഓരോ സമസ്തക്കാരനും ചിന്തിച്ചാൽ അവർക്ക് നല്ലത്. അപ്പോൾ ഇനി സമസ്തക്കാർ മനസ്സിലാക്കേണ്ട ഒന്നാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഏതൊരു കിതാബിൽ എവിടെ ഏത് ചർച്ച നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നമസ്കരിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസ് ഇല്ലാത്ത ഒരു കിതാബ്, അല്ലെങ്കിൽ ഈ ഹദീസ് ഇല്ലാത്ത ഒരു ബാബ്, അല്ലെങ്കിൽ ഈ ഹദീസ് ഇല്ലാത്ത ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിയില്ല. ആ ചർച്ചയെല്ലാം നടക്കുന്നത് തറാവീഹിന്റെ ബാബിലാണ്, അല്ലാതെ വിത്ർ നമസ്കാരത്തിന്റെ ബാബിലല്ല എന്ന് ഏതൊരു സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. അടുത്തത് മഹാനായ ജാബിർ റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇത് സഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഉംദത്തുൽ കാരിയിൽ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നമസ്കരിച്ച ആ രാത്രിയിലെ നമസ്കാരത്തെ കുറിച്ച് റിവായത്തുകളിൽ അതിന്റെ എണ്ണം വന്നിട്ടില്ലേ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഖുൽതു, ഞാൻ പറയുന്നു, റവ ഇബ്നു ഹുസൈമ വ ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും ഉദ്ധരിക്കുന്നു, മിൻ ഹദീസി ജാബിർ റളിയല്ലാഹു തആല അൻഹു, സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സ്വല്ലാബിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു, 8 റക്അത്തിന് 8 റക്അത്ത് നമസ്കരിച്ചു, സുമ്മ ഔത്തറ, പിന്നെ വിത്റാക്കുകയും ചെയ്തു. അപ്പൊ അവിടെ 8 3 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്, വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി അടുത്ത് ഫത്തുൽ ഖദീറിൽ ശ്രദ്ധിക്കുക, അന്ന ഖിയാം റമളാൻ സുന്നത്തുൻ, ഖിയാം റമളാൻ സുന്നത്താണ്. ഖിയാം റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറാവീഹ് ആണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ 1:159 ഉദ്ധരിച്ചാലും നമുക്ക് കാണാം. ഏത് സമസ്തക്കാരനും അത് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. ശേഷം സുന്നത്തുൻ, അത് സുന്നത്താണ്, 11 റക്അത്തൻ ബിൽ വിത്രി, വിത്ർ അടക്കം 11 റക്അത്ത്, ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ അവിടെയും 8 3 11 റക്അത്ത് തന്നെയാണ് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് മിർഖാത്തുൽ മഫാത്തിഹിൽ മുല്ല അലിൽ കാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു, ഫഇന്നഹു സഹഹൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹായി വന്നിരിക്കുന്നു, അന്നഹു സല്ലല്ലാ ബിഹിം 8 റക്അത്തൻ ബിൽ വിത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 നിസ്കരിച്ചു പിന്നെ വിത്റാക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും 8 3 11 റക്അത്ത് തറാവി എന്നാണ് വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. ഇനി സഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകമായി 4253 എന്ന ഹദീസ് നമ്പറിൽ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക. വ അന്നഹു ഖാൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇൻ അതാലുൽ ഖിയാമ വ അഖല്ലുൽ സുജൂദ്, നിങ്ങൾ തറാവീഹ് നമസ്കാരത്തിലെ ഖിയാമിനെ, അതായത് നൃത്തത്തെ അധികരിപ്പിക്കുകയും സുജൂദിനെ കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ സലഫികളുടെ പള്ളിയിലെ തറാവീഹ് നമസ്കാരം പോലെ, ഫഹസനുൻ, അതാണ് നല്ലത്. ശേഷം ഇനി വൈൻ അക്സറു സുജൂദ്, ഇനി സുജൂദിനെ അധികരിപ്പിക്കുകയും വഖഫൽ ഖിറാഅ, ഖിറാഅത്തിനെ ചുരുക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ സമസ്തക്കാരുടെ തറാവീഹ് നമസ്കാരം പോലെ, ഫഹസനുൻ, അതും നല്ലതാണ്. ശേഷം വൽ അവ്വലു അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം പറഞ്ഞതാണ്. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ ഇന്നത്തെ സലഫികളുടെ പള്ളിയിൽ കാണുന്നത് പോലെയുള്ള റക്അത്തുകളുടെ എണ്ണത്തെ ചുരുക്കിക്കൊണ്ട് ഖിയാമിനെ ദൈർഘ്യമാക്കുന്ന നമസ്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. അപ്പോൾ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സമസ്തക്കാരും തറാവീഹിന്റെ കാര്യത്തിൽ ഷാഫിഈ ഇമാം ഇഷ്ടപ്പെടുന്നതിന് എതിരാണ് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. അപ്പോൾ ഇത്രയും തെളിവുകൾ പകൽ വെളിച്ചം പോലെ കാണാൻ കഴിഞ്ഞിട്ടും തറാവീഹിന്റെ കാര്യത്തിൽ ജനങ്ങളെ ഇന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മുസ്ലിയാക്കന്മാരെ ഒന്ന് കണ്ടു നോക്കൂ. സുബ്ഹാനല്ലാഹ്, എത്രയോ മനുഷ്യരുടെ റമളാനിലെ ഓരോ ദിവസത്തെയും 12 റക്അത്തുകൾ വീതം മുറിച്ച് ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന എത്രയോ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി. ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതിന്റെയോ അറിവില്ലായ്മയുടെയോ പേരിൽ
അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്ന മഹാരഥന്മാരായ മുൻഗാമികളെ എത്രയോ മോശക്കാരാക്കി. നല്ലവണ്ണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഖൈർ. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ഒരൽപ്പം സൂറത്തെ കുറിച്ച് കൂടുതൽ ഓതിയിട്ട് തന്നെ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാം. മറ്റെന്താ പറയുന്നറിയോ, 20 വട്ടം തീരുന്നുണ്ട്, അവിടെ 8 കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത്. അപ്പൊ ഇതിനേക്കാളും നല്ല അതല്ലേ? അല്ല, ഖൈർ കസറത്തുസ് സുജൂദ്. കസറത്തുസ് സുജൂദുള്ള ഈ നിസ്കാരം തന്നെ 20 റക്അത്ത് നിസ്കരിക്കും. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അപ്പോ ഇങ്ങനെയാണ് ഇത്തരക്കാരുടെ അവസ്ഥ. അപ്പോ സമസ്തക്കാര് ഇനി മനസ്സിലാക്കേണ്ടത്, ഇനി മുതൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ച 23 റക്അത്ത് തറാവീഹ് നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയോ നിസ്കരിക്കാതിരിക്കുകയോ ചെയ്തോളൂ. എന്നാൽ പ്രവാചകചര്യ പിൻപറ്റിക്കൊണ്ട് വിശ്വാസികൾ നമസ്കരിക്കുന്ന 11 റക്അത്ത് നമസ്കാരത്തെ അവർ തറാവീഹിനെ വെട്ടിച്ചുരുക്കിയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് ഓരോ സമസ്തക്കാരനും ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. അപ്പോ ചില ആളുകൾക്ക് ഇനിയുള്ള സംശയമാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹറമിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത് എന്ന്. ആ സംശയം കൂടി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മഹാനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് ഹറമിൽ 4 ഇമാമുമാർ നിസ്കരിക്കാറുണ്ടായിരുന്നു. കാരണം 4 മദ്ഹബിനെ അന്ധമായി തക്ലീദ് ചെയ്യുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇമാം ഷാഫി, ഹനഫി, മാലിക്കി, അഹ്മദ് ബിൻ ഹംബലി ഈ 4 മദ്ഹബിന്റെ ആളുകൾക്കും, അതായത് മദ്ഹബുകളുടെ ഇമാമിങ്ങളെ മാത്രം തുടർന്നുകൊണ്ട് 4 ഭാഗത്തും 4 മുസല്ലിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവര് 4 കൂട്ടരും പരസ്പരം തുടരാതെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അവിടെ 5ാമതായി ഷിയ ആശയക്കാർ വന്ന് ഞങ്ങളും മദ്ഹബിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും അവിടെ മുസല്ല ആവശ്യമാണ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ അബ്ദുൽ അസീസ് രാജാവ് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ മുഷാവറ നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ സ്വഹാബത്ത് ഒറ്റക്കെട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്, അതുകൊണ്ട് അവിടെയുള്ള എല്ലാ നമസ്കാരവും പിന്നീട് ഒറ്റ ജമാഅത്തായി നമസ്കരിക്കാൻ അബ്ദുൽ അസീസ് രാജാവ് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് തറാവീഹിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു ഏകീകരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നടമാടിക്കൊണ്ടിരുന്ന 8ഉം 3ഉം 11 റക്അത്ത് നമസ്കാരം എന്ന പ്രവാചക കാലം മുതലേ ഉള്ള ചര്യയിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് 11ന് ശേഷം ബാക്കിയുള്ള തറാവീഹിന്റെ റക്അത്തുകൾ ഞങ്ങൾ മാത്രം നിസ്കരിച്ചു കൊള്ളാം എന്ന് ഷിയാക്കൾ ഇടപെടാനുള്ള സാധ്യതയും തുടർന്നുണ്ടാകുന്ന ഫിത്നയും മനസ്സിലാക്കിയ അബ്ദുൽ അസീസ് രാജാവ് അവിടെ തറാവീഹ് 23 റക്അത്ത് നമസ്കരിക്കാൻ തീർപ്പ് കൽപ്പിക്കുകയും അതിൽ മദ്ഹബിനെ തക്ലീദ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടം പോലെ നമസ്കരിക്കുക എന്നും, പഴയ കാലം മുതൽ ഇവിടെ നടമാടിയത് എത്രയാണ് അതനുസരിച്ച് നമസ്കരിക്കുന്നവർക്ക് അത്ര നമസ്കരിക്കാമെന്ന അന്നത്തെ അബ്ദുൽ അസീസ് രാജാവിന്റെ തീരുമാനപ്രകാരമാണ് അന്ന് ഹറമിൽ 23 റക്അത്തിലേക്ക് തറാവീഹിനെ രൂപപ്പെടുത്തിയത്. ഈ ഒരു പ്രവണത ഇന്നും തുടർന്നു പോരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഹറമിൽ 2 ഇമാമിനെ കൊണ്ട് തറാവീഹ് നമസ്കരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ചരിത്രരേഖയുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇനിയെങ്കിലും ഏവർക്കും ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും വിവരവും ചിന്താശേഷിയും പടച്ചറബ് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. فلا تطع المكذبين ودوا لو تدهن فيدهنون